നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്രത്തിൽ 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തടയണമെന്നാവശ്യപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഹിന്ദു വിശ്വാസ പ്രകാരം മതപരമായ ചടങ്ങുകൾ നടത്താൻ പാടില്ലാത്ത സമയത്താണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് തുടങ്ങിയ വാദങ്ങൾ നിരത്തിയാണ് ഗാസിയാബാദ് സ്വദേശി ഭോലോദാസ് ഹർജി നൽകിയിരിക്കുന്നത്. ജനുവരി 22-ന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിനുള്ള ഉദ്ഘാടന തയ്യാറെടുപ്പിലാണ് രാജ്യം. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിനാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതലയുമുള്ളത്. ഇപ്പോഴിതാ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ട്രസ്റ്റ്. പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്ര മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 380 അടിയിൽ കിഴക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് ക്ഷേത്രത്തിന്റെ നീളം. 161 അടി ഉയരവും 250 അടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന് 3 നിലകളാണ് ഉള്ളതെന്നും ഓരോ നിലയ്ക്കും 20 അടി ഉയരവുമുണ്ടെന്നും 392 തൂണുകളും 44 വാതിലുകളും ഉണ്ടെന്നും ട്രസ്റ്റ് ട്വിറ്ററിൽ കുറിച്ചിരുന്നു. പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമന്റെ ബാല്യരൂപമായ ശ്രീരാം ലല്ലയുടെ വിഗ്രഹം, 1-ാം നിലയിൽ ശ്രീരാം ദർബാറും ഉണ്ട്. 732 മീറ്റർ നീളവും 14 അടി വീതിയുമുള്ള ദീർഘ ചതുരാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായിട്ട് നിർമ്മിച്ചിട്ടുമുണ്ട്. ക്ഷേത്രവളപ്പിൽ 4 മൂലകളിലും 4 ക്ഷേത്രങ്ങളുണ്ട്. സൂര്യദേവൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവരെയാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗം അന്നപൂർണ ദേവിയുടെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രവുമാണുള്ളത്. പുരാതന കാലത്തുള്ള ചരിത്ര പ്രസിദ്ധമായ കിണറും ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ അടിത്തറ 14 മീറ്റർ കനമുള്ള റോളർ കോംപാക്ട് കോൺക്രീറ്റ് പാളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൃത്രിമ പാറയുടെ രൂപം നൽകുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, അഗ്നിസുരക്ഷ, ജലവിതരണം, വൈദ്യുത നിലയം എന്നിവ എല്ലാമുണ്ട്. 25,000 തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പൽഗ്രീസ് ഫെസിലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ, ലോക്കൽ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച 1 ലക്ഷം പേർ അയോധ്യയിൽ എത്തുമെന്നാണ് കരുതുന്നത്. രാജ്യത്തിന്റെ അകത്തും പുറത്തു നിന്നുമായി 7,000 അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും പ്രതിഷ്ഠാ ചടങ്ങിലെ പ്രധാന അതിഥി. അതുകൊണ്ട് തന്നെ അയോധ്യ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും സാമ്പത്തിക മേഖലയിൽ അയോധ്യ പുത്തൻ ഉണർവ് സമ്മാനിക്കും എന്നതിൽ തർക്കമില്ല. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ രാമക്ഷേത്രം വെറും ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന പേരിൽ മാത്രമായിരിക്കില്ല അയോധ്യയ്ക്കും വളർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കുക. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച വമ്പൻ മാറ്റങ്ങളും വൻകിട വികസന പദ്ധതികളും അയോധ്യയിൽ ഇടം പിടിക്കും. മൊത്തത്തിൽ അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറാൻ പാകത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും സർക്കാർ പദ്ധതികളിലൂടെ സ്വകാര്യ കമ്പനി പദ്ധതികളിലൂടെയും സാധ്യമാക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം അയോധ്യയിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ ഇവയാണ്. ടൂറിസം, ഗതാഗതം മേഖലകളിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നേട്ടങ്ങൾ രാജ്യം കൈവരിക്കും. രാമക്ഷേത്രം, മറ്റ് നിക്ഷേപ പദ്ധതികൾ എന്നിവ യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ജനുവരി 15-ന് പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന അയോധ്യയിലെ റിസോർട്ട് നിർമ്മാതാക്കളായ പ്രാഗ്വേക് ലിമിറ്റഡിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യത്തിൽ 70.59% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഡംബര ഹോട്ടൽ ശൃംഖലകളായ ഇന്ത്യൻ ഹോട്ടൽ കോ, ITC ലിമിറ്റഡ്, EIH ലിമിറ്റഡ് തുടങ്ങിയവയും തങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ്. അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് വ്യോമയാന മേഖല. ഡിസംബർ 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമുള്ള സർവീസ് ജനുവരി 10 മുതൽ ആരംഭിച്ചിട്ടുമുണ്ട്. ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും അയോധ്യയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ് ഇൻഡിഗോ എയർലൈൻസ്. റെയിൽവേയാണ് നേട്ടമുണ്ടാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മേഖല. ഒരുപക്ഷെ ഏറ്റവും അധികം ലാഭം കൊയ്യാൻ കഴിയുന്നതും റെയിൽവേക്ക് തന്നെ. ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് 1000 ട്രെയിനുകൾ അയോധ്യയിലേക്കും അയോധ്യയിലൂടെ കടന്നു പോകുന്ന രീതിയിലും സർവീസ് നടത്തുവാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. എന്തായാലും അയോധ്യ ക്ഷേത്രം എന്നത്
മതപരമായ കാര്യം മാത്രമല്ല വാണിജ്യപരമായ ഒരു നേട്ടത്തിനു കൂടി വഴിവെക്കും എന്നത് ഉറപ്പാണ്.